രാഹുൽ ഗാന്ധിക്ക് പരമാവധി ഭൂരിപക്ഷം ഉറപ്പാക്കാനുള്ള സജീവ പ്രവർത്തനത്തിലാണ് വയനാട് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. ഇതിന്റെ ഭാഗമായാണ് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ വയനാടിൽ ദിവസേന എന്നോണം പ്രചാരണത്തിലെത്തുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായി കോൺഗ്രസ് കാണുന്നത് പ്രിയങ്ക ഗാന്ധിയെ തന്നെയാണ്. രണ്ടാം തവണയാണ് പ്രിയങ്ക വയനാട്ടിലെത്തുന്നത്. നേരത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനോടൊപ്പം കൽപ്പറ്റയിൽ നടത്തിയ റോഡ് ഷോ വലിയ തോതിൽ UDF പ്രവർത്തകരെ ആകർഷിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്ന് വീണ്ടും മാനന്തവാടിയിലേക്ക് പ്രിയങ്ക എത്തിയത്. അല്പസമയം മുമ്പ് 10:30 പ്രിയങ്ക ഇവിടെ ഹെലികോപ്റ്റർ ഇറങ്ങിയത്. പുതിയ ഒരധ്യായം ഇവിടെ എഴുതി ചേർക്കുകയാണ്. വയനാട്ടിലെ കർഷകർ, ആദിവാസികൾ, പാവപ്പെട്ട ജനങ്ങൾ എല്ലാവരും ഇന്ന് പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ നേതാവ് പ്രിയങ്കാജിയെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാടിന്റെ മണ്ണിൽ നേടിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. And it is when I looked at these lush green hills and I thought about your tribal culture and I thought about the farmer in UP, that the immensity of the betrayal that the BJP government has enacted for the last 5 years with the people of India truly struck my heart. Religions living together, all of that is our country. It is my country. And all the BJP has done in the last 5 years is tell you that this is separate, that is divided, that you do not all belong, that a part belongs more, another part belongs less. This is an immense betrayal of what India stands for. The first indication of this gross misunderstanding came when their own president declared shortly after the election that the promise of 15 lakhs in every bank account was just for the sake of the elections, what he called a jumla. My brother Rahul is elder to me by 2 years. He has been my ally through both the most beautiful and the most painful moments of my life. As children, the two of us shared a childhood in which we experienced the devastation of violence and loss. My brother was 14 years old and I was 12 when she was assassinated in our own home. Our small family of 4 was bound together by the deep love that our parents shared, and that love gave us the courage to face what was happening to us. 7 years later, at the age of 21, when my brother was studying at Harvard University, my father was assassinated. My brother and I were shattered. But even in that moment of shattering, he said to me that he had no anger in his heart. Soon after the passing away of my father, my brother decided to work hard and equip himself to fulfill the dreams that my father could not fulfill. So my sisters and brothers of Wayanad, I entrust you with my brother Rahul, and I believe and know that you will put your faith in him and he will be true to you. മുദ്രാവാക്യവിളിയോടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയുമായാണ് വയനാട്ടിലെത്തിയ പ്രിയങ്കയെ UDF പ്രവർത്തകർ വരവേറ്റത്. ആദിവാസി കലാരൂപങ്ങളും നാടൻ കലാപരിപാടികളും അരങ്ങേറി. വളരെ വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രവർത്തകർ. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണത്തിന്റെ രണ്ടാമത്തെ പരിപാടി നടക്കേണ്ട പുൽപ്പള്ളിയാണിത്. പുൽപ്പള്ളിയിൽ കർഷക സംഗമമാണ് പ്രചരണത്തിന്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ കർഷകർക്കായി പ്രത്യേക ബജറ്റ് UP അധികാരത്തിൽ വന്നാൽ അവതരിപ്പിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ ഇനിയൊരു കർഷകനും കടക്കണി മൂലം ജയിലിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാക്കില്ലെന്നും നിയമനിർമ്മാണം നടത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെ പ്രചരണത്തിനെത്തുന്ന AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക കർഷക
കർഷകരോട് എന്തൊക്കെ കാര്യങ്ങൾ ഊന്നിയായിരിക്കും സംസാരിക്കുമെന്നാണ് പ്രധാനമായും കാത്തിരിക്കുന്നത്. നിരവധി കർഷകരാണ് പൊള്ളുന്ന വെയിലിലും നേരത്തെ നിശ്ചയിച്ചതിലും വളരെ വൈകിയാണ് പ്രിയങ്ക ഇങ്ങോട്ടെത്തുന്നത്. എന്നിട്ടും കത്തുന്ന വെയിലിലും പ്രിയങ്കയെ കാത്തിരിക്കുന്നത് നിരവധി കർഷക കുടുംബങ്ങളാണ്. ചുട്ടുപൊള്ളുന്ന വെയിലിലും നിരവധി ആളുകളാണ് പ്രിയങ്കയെ കാത്തു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, പലരും കസേരയൊക്കെയാണ് കൊടയാക്കി മാറ്റിയിരിക്കുന്നത്. കാരണം കൊടയൊന്നും സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായി ഇങ്ങോട്ട് കടത്തിവിടാത്തത് കൊണ്ട് തന്നെ കൂടുതൽ പേരും ഇവിടെ കസേരയും മറ്റുമാണ്. ഒരുപാട് പേരിങ്ങനെ ഇത്തരത്തിൽ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും തന്നെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എത്ര നേരമായി വന്നിട്ട്? 2 മണിക്കൂറായി. പ്രിയങ്ക കാണാനും കേൾക്കാനും വന്നിരിക്കും. അതെ അതെ അതെ. എന്താണ് ഇത്ര വെയിലായിട്ടും ഇങ്ങനെ കാത്തിരിക്കുന്നത്? നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ലോകസഭയിലും എല്ലായിടത്തും ഉച്ചത്തിൽ സംസാരിക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുന്നതിനും പ്രിയങ്കയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർഷകർക്കായി കൂടുതൽ ഇടപെടലുകൾ കോൺഗ്രസ് ഇത്തവണ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാണോ ഇത്രയും ആളുകൾ ഈ കനത്ത വെയിലിലും പ്രിയങ്കയെ കാണാൻ കാത്തിരിക്കുന്നത്? വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് വരണം, പിന്നെ കർഷകർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നടത്തണം, കർഷകർക്ക് കൃഷി ആവശ്യത്തിനുള്ള സഹായം ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഞാൻ വന്നേക്കുന്നത്. ഞാൻ നടവിൽ നിന്ന് വന്നതാണ്. നമുക്ക് തന്നെ കാണാം, കൂടുതൽ ആളുകൾ ഇവിടെയുണ്ട്. ഇവരൊക്കെ തന്നെ പ്രിയങ്കയെ കാത്തിരിക്കുകയാണ്. എന്താ നിങ്ങൾ കുറെ നേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? 11 മണിക്ക് ഇവിടെ വന്നതാണ്. 11 മണിക്ക് 11 മണി 1.5 മണിക്കൂറായി. 1.5 മണിക്കൂറായി. ഇനി 4 മണിക്കൂർ നിൽക്കാൻ തയ്യാറാണ്. അത്രയേറെ ദുഷ്ടഭരണമാണ് കേരളത്തിലെയും കേന്ദ്രത്തിലെയും. അതിനൊരു അറുതി വരുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അറബിക്കടലും തിരമാലകളും അതേറ്റുപാടും സിന്ദാബാദ്. പ്രിയങ്ക ഗാന്ധി എത്തിച്ചേർന്നിരിക്കുന്നു. മതേതര ഇന്ത്യയുടെ പ്രിയങ്കരിയായ നേതാവ്. There has been a government in the center which does not share these beliefs. They believe in suppressing your voice. They believe in taking your power, sourcing it all within themselves, becoming more powerful and disempowering you. The reason they believe this is because they are weak and their politics is based on lies. What has happened to the farmers community all across India in these last 5 years is ample proof of the fact that their politics is not in the interest of people and it is not in the interest of farmers. It is a matter of shame that a government that can spare 317,000 crores to waive the loans of big businessmen, a handful of big businessmen, does not have either the intention or does not gather the resources to give relief to those who are in dire need like you. My sisters and brothers, I think you deserve better. I think you deserve a government that speaks for you. You deserve a government that encourages you to raise your voice even when it is against them. I believe that you deserve a Prime Minister who respects you and who respects every word that he speaks before you and does not dismiss casually his own promises once he has made them. കാർഷിക മേഖല എന്ന നിലയിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു മാനന്തവാടിയിലെ ആദ്യ പരിപാടിയിൽ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. പിന്നീട് പുൽപ്പള്ളിയിലേക്ക് എത്തിയപ്പോഴും
കർഷകരോട് പ്രശ്നങ്ങൾ നേരിട്ട് ചോദിച്ചറിഞ്ഞ ശേഷമായിരുന്നു പ്രിയങ്ക വേദിയിലേക്ക് സംസാരിക്കാനായി എത്തിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായതോടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് കാരണം കോൺഗ്രസിന്റെ നയങ്ങൾ കൂടിയാണെന്ന പ്രചരണം ഇടതുമുന്നണി അഴിച്ചുവിട്ടിരുന്നു. അതിനുള്ള മറുപടി കൂടിയായി മാറി കോൺഗ്രസ് സംഘടിപ്പിച്ച കർഷക സംഗമം. മലപ്പുറം ജില്ലയുടെ ഭാഗമായ 3 മണ്ഡലങ്ങളിൽ നിന്ന് 2 ലക്ഷത്തിലേറെ ഭൂരിപക്ഷമാണ് UDF കണക്കുകൂട്ടുന്നത്. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിച്ചാൽ ഈ ലക്ഷ്യം നേടാനാകുമെന്നും UDF കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് ശക്തമായ പ്രചാരണം നടക്കുന്നതും. അക്കാരണം കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്കയും ഇതേ മണ്ണിലെത്തുന്നത്. For the entitlement of land to the homeless tribal people. There is not much difference in their condition today and the farmers of Wayanad who have lost so much in the floods last year and not been provided a rupee of relief from the government. And here is the most tragic thing actually that I found out when I went to Varanasi. I found out that in 5 years that the Prime Minister had been representing that constituency, not once in 5 years did he have the time to go to a single village in Varanasi to ask a single family in Varanasi how they were and how they were struggling through their lives. So here is a Prime Minister that does not respect the people who elected him enough to ask them how they are doing in 5 years. He comes to his constituency to big meetings like this, he makes big speeches and he leaves. Hugging the president, you have seen pictures of him in Germany, you have seen pictures of him in the rest of Europe, you have seen pictures of him playing drums in Japan, you have seen pictures of him eating biryani in Pakistan, but you have not seen him with his own people. So I have one request to you today that I make from my heart. Don't be fooled by the claims of strength and the claims of patriotism and the claims of decisiveness that are made before you by these people. The truth is very different. The truth is that there is weakness, and this weakness is forcing him to protect himself. And in order to protect himself, he is going to weaken our country, he is going to weaken you. So I have this request, and my request is that you recognize this government for what it truly is. It is a government that is anti-people. It is a government that is anti-farmer. It is a government that is anti-freedom. It is a government that is anti-women. It is a government that does nothing to get the thousands and thousands and thousands of young people employed in our nation. It does nothing to help you and support you through your troubles. In the last 5 years, you have seen 100% lies, 100% false promises, and 0 delivery. And you deserve much better than that. മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ടയാണ് ഏറനാട് മണ്ഡലത്തിലെ അരീക്കോട്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലായിരുന്നു ലീഗ് പ്രവർത്തകർ. രാഹുൽ ഗാന്ധി വണ്ടൂരിലെത്തിയപ്പോൾ എത്രത്തോളം ആളുണ്ടോ ആ ആളെ നിലനിർത്താൻ UDF കഴിഞ്ഞു. എത്ര ഭൂരിപക്ഷം കൊടുക്കും? 4 ലക്ഷം. നിങ്ങളെ ഇടയ്ക്ക് ലീഗുകാർ പച്ചക്കൊടി ഇറക്കരുതെന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിരുന്നു. പച്ചക്കൊടിയില്ലാത്ത പാർലമെന്റ്. രാഹുൽ 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 പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള സീനാണിത്. പാർട്ടി പ്രവർത്തകർ റോഡിന്റെ ഒരു വശത്ത് കൂടി നിന്ന് പ്രിയങ്കയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ വലിയ നീളമുള്ള മൂവർണ്ണ കൊടിയുണ്ട്. അതിൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. സാധു ഭാരതീയരെ നിങ്ങളെ തുണയ്ക്കുവാൻ
And I have a huge soccer fan in my family, my son, and also my brother Rahul ji, both are great soccer fans. So ladies, I know when the soccer match is going on, what a problem you have to face. There are no new jobs for the unemployed. Farmers are in pain. Women feel insecure. There is nothing provided for their security, for their empowerment. വീണുപോയ മർത്യരെ മുന്നിലേക്കുയർത്തുവാൻ പ്രാണനായി നാടിനെ കണ്ടു കൈപിടിക്കുവാൻ. രാജ്യത്ത് തന്നെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയായ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് നൽകാനാണ് UDFന്റെ ശ്രമം. അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയങ്ക ഗാന്ധി രണ്ടാമതും വയനാട്ടിലെത്തിയത്. ന്യൂനപക്ഷ പ്രശ്നങ്ങളും കർഷക പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടി സഹോദരന് വേണ്ടി വോട്ട് ചോദിക്കുന്നു. വലിയ ജനക്കൂട്ടത്തെ അണിനിരത്തി UDF നേതാക്കളും കയ്യടി വാങ്ങുന്നു.